ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ ആദ്യത്തെ ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ രാവിലെ മണാലിയിൽ വന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. എണീച്ചപാട് നമ്മളെ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ചയാണ് ഇട്ടത്. മഞ്ഞ് കാണുമ്പോൾ എന്താ അറിയില്ല, മനസ്സിനൊരു കുളിർമ. ഇനി അവിടെയും കൂടി ഒന്ന് പോയി കിട്ടിയാലേ സമാധാനമുള്ളൂ കേട്ടോ. ഇപ്പം മഞ്ഞെല്ലാം ഏകദേശം ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ രാവിലെ എണീച്ച് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ചു. പിന്നെ ഇതാണ് നമ്മളെ ബെഡ്റൂം. ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും എണീച്ച പാടും പല്ല് തേച്ച് അങ്ങനെ പൊതുപ്പൊക്കെ നമ്മൾ മടക്കി വെച്ചു. പിന്നെ മുടിയൊക്കെ കെട്ടി ദിവമോളെ റെഡിയാക്കുകയാണ് കേട്ടോ ഞാൻ. മുടിയൊക്കെ കുറച്ച് ജട പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ താഴെ പോവുകയാണ്. താഴെയാണ് ഞങ്ങൾക്ക് കിച്ചൺ ഉള്ളത് കേട്ടോ. അപ്പോൾ പോയി ചായ എല്ലാം കുടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ കാണിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നതിന് ചുറ്റുമുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചയാണ്. രാവിലെ ഈ ഡോറ് തുറക്കുമ്പോൾ തന്നെ മഞ്ഞും മലകളും മരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ മാറുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി അവിടെ പോയി ഇരിക്കാറാണ് കേട്ടോ പതിവ് എന്നല്ല, 2 ദിവസമായിട്ട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ താഴെ അമ്പലത്തിൽ നിന്ന് പൂജയോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തോ ഉണ്ട്. അപ്പോൾ അത് വിളിച്ച് പറഞ്ഞ് എന്തോ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴെ പോയിട്ട് ബിസ്ക്കറ്റും ചായയാണ് കേട്ടോ കുടിച്ചത്. നമുക്കിവിടെ സാധനങ്ങളൊന്നും സെറ്റായിട്ടില്ല. കുറേ സാധനങ്ങൾ വാങ്ങാനും എടുക്കാനും ഒക്കെ ഉണ്ട്. ഇതാണ് കിച്ചൺ കോമൺ കിച്ചൺ ആയതുകൊണ്ട് കുറച്ച് അലങ്കോലമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് റൈസ് കേട്ടോ. ഈ റൈസിൻ്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഈ റൈസ് ബിരിയാണി റൈസ് പോലെ തന്നെ ഉള്ളതാണ്. നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചിക്കനൊന്നും കിട്ടൂല, അവിടെ പൂജ ആയതുകൊണ്ട് ഇന്ന് അധികം കടകളൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ചു. പിന്നെ ഇതാ മേലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മണാലി എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ പോയി വന്നതും അതുപോലെ തന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെ അല്ലു അർജുൻ്റെ സിനിമയല്ലേ, ആ സിനിമയിലാണ് ഞാൻ മണാലി ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോഴും ഒരിക്കലും ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു ഇതിൽ നമ്മളിവിടെ എത്തിയിട്ടോ. നമുക്ക് എല്ലാം സൗകര്യം ഒരുക്കി തന്നതും അതുപോലെ നമ്മൾ പാക്കേജും കാര്യങ്ങളൊന്നും എടുത്തതായിരുന്നില്ല. നമ്മൾ ഹസ്ബൻഡിന് ഇവിടെ ജോബിന് വന്നതാണ്. ആളെ കൊണ്ടുവന്നത് മുതലാളിയാണ്. അപ്പോൾ ആളോടാണ് പ്രത്യേകമായിട്ട് നന്ദി പറയുള്ളത്. നമുക്കിവിടെ വരാനും ഇതൊക്കെ കാണാനൊക്കെ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്ന് സ്റ്റേ ഒരു 2 ദിവസം 3 ദിവസം നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു പൈസയാകും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ റൂമും കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ് കേട്ടോ. അത് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ ജീവിതത്തിൽ ഇന്ത്യയിൽ ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ജോലീൻ്റെ ആവശ്യത്തിനാണെങ്കിലും നമുക്കിങ്ങനെ വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു ദിവസം പോയി നിൽക്കുന്ന ഒരു ഇതൊന്നും ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു ഇതിന് നമുക്കിങ്ങനെ, ഞാൻ ഇതുവരെ ഊട്ടിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പലരും പോയി ഇങ്ങനെ വരുന്നേരം ഞാനിതുവരെ ഊട്ടി കണ്ടിട്ടില്ല, കൊടൈക്കനാൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു കേട്ടോ. എന്തെങ്കിലും കാര്യം പറഞ്ഞിങ്ങനെ അടി ഉണ്ടാക്കുമ്പോൾ. പക്ഷേ അതെല്ലാം മറികടന്ന് ഇപ്പോൾ ഇത്രയും വലിയൊരു ഇതായ ഒരു സ്ഥലത്തെത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കേരളത്തിന് പുറത്ത് ഞാൻ പോയിട്ടുണ്ട്, ഗോവയിൽ. പക്ഷേ അത് നമ്മൾ സെൻറ്ററിൽ നിന്ന് പഠിക്കുന്ന സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ഫാമിലിയോടെ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇനി ഓരോ കാര്യങ്ങളും ചെയ്യാനും കാണാനും അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ദിവമോളും. അതുപോലെ തന്നെ ദിവമോൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരെ ശല്യവുമില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, ഇഷ്ടമുള്ളപ്പോൾ പോകാം. നമുക്ക് എന്താ പറയുക, നമ്മളിഷ്ടത്തിന് നമുക്ക് ഇതാക്കാം. ആരും നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാനോ അത് പറയാനോ ഇത് പറയാനോ ഒന്നും ഉണ്ടാവില്ല.
ഇത് വലിയൊരു ടൂറിസ്റ്റ് മേഖലയാണ്. ഇവിടെ എപ്പോഴും ആൾക്കാരും തിരക്കും ബഹളം ഒക്കെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര സുരക്ഷിതത്വമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.